അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയോടെ ഒരു സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സ്കോട്ട്ലാൻഡിലെ ഒരു തദ്ദേശീയ തെരച്ചിൽ ഗ്രൂപ്പ്. സഹായം എന്താണെന്ന് ചോദിച്ചാൽ നെസിയെ കണ്ടെത്താൻ സഹായിക്കണം. അല്പം വ്യത്യസ്തരാണ് ഈ തെരച്ചിലുകാർ. ഇവർ തിരയുന്നത് ലോക്നെസ് തടാകത്തിലെ ഭീകരജീവിയായ നെസിയെയാണ്. നൂറ്റാണ്ടായി ഇതിനായി തിരച്ചിൽ നടക്കുന്നുമുണ്ട്. ലോകമെങ്ങും പ്രശസ്തമായ ദുരൂഹ ജീവിയാണ് സ്കോട്ട്ലൻഡിലെ ലോക്നെസ് തടാകത്തിലെ ഭീകരൻ നെസി. തടാകത്തിൽ നിന്നും തല നീട്ടുന്ന രീതിയിലുള്ള ഈ ജീവിയുടെ ചിത്രങ്ങൾ 1934 മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും തുടർന്ന് സംഭവത്തിനും രാജ്യാന്തര പ്രശസ്തി കൈവരിക്കുകയും ചെയ്തിരുന്നു. നിരവധി അന്വേഷണങ്ങളും തിരച്ചിലുകളും ഇതേ തുടർന്ന് നടന്നിരുന്നുവെങ്കിലും നെസി എന്ന ഭീകരജീവിയെ മാത്രം കണ്ടെത്താനായില്ല. ആരാണ് ഈ നെസി? ശരിക്കും നെസി എന്ന പേരിൽ ഒരു ജീവിയുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ തിരച്ചിൽ തുടരുന്നത്? ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ലോക്നെസ് ഭീകരജീവിയെ കുറിച്ചുള്ള കഥകൾ സ്കോട്ട്ലാൻഡിൽ പ്രാചീന കാലം മുതലേ ഉണ്ട്. സ്കോട്ട്ലാൻഡിലെ 37 കിലോമീറ്ററോളം ചുറ്റളവുള്ള തടാകമാണ് ലോക്നെസ്. സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ നദിയായ നെസ്സിൽ നിന്നുള്ള ജലമാണ് പ്രധാനമായും ഈ തടാകത്തിലേക്ക് എത്തുന്നത്. സ്കോട്ടിഷ് നാടോടി കഥകളിലൊക്കെ നെസി എന്ന ഈ ഭീകരജീവിയെ പറ്റി പറയുന്നുമുണ്ട്. ലോക്നെസ് തടാകത്തിൽ അധിവസിക്കുന്ന ഭീകരജീവിയായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കപ്പെടുന്നത്. AD 565 ആദ്യമായി ഇതിനെ തടാകത്തിൽ കണ്ടെത്തിയത് എന്നാണ് വാദം. പിന്നീട് 1871 സ്കോട്ട്ലൻഡിലെ ബെൽനെയർ എന്ന ഗ്രാമത്തിൽ വസിച്ച ഡി മക്കിൻസി എന്നയാൾ ഇതിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. 1933 ഈ ജീവിയെ പറ്റി കുറിയർ എന്ന ബ്രിട്ടീഷ് മാധ്യമത്തിൽ വലിയൊരു ലേഖനവും പ്രസിദ്ധീകരിച്ചു. ഇതോടെയാണ് നെസി ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. അതേ വർഷം തന്നെ ജോർജ് സ്പൈസർ എന്ന ബ്രിട്ടീഷുകാരനും ഭാര്യയും നെസിയെ കണ്ടെന്ന അവകാശവാദവുമായി വന്നു. തങ്ങൾ ഓടിച്ചിരുന്ന കാറിന് മുന്നിലൂടെ അസാധാരണമായ രൂപം, 4 അടിയോളം പൊക്കവും 25 അടിയെങ്കിലും നീളവുമുള്ള ഒരു ജീവി ഓടിപ്പോയി എന്നായിരുന്നു ഇവരുടെ വാദം. വളരെ നീണ്ട ആനയുടെ തുമ്പിക്കൈ അനുസ്മരിപ്പിക്കുന്ന ഒരു കഴുത്ത് ഈ ജീവിക്കുണ്ടായിരുന്നെന്നും സ്പൈസർ അവകാശപ്പെട്ടു. ഡ്രാഗണുമായും ദിനോസറുമായും ഒക്കെ സാമ്യമുള്ള ഒരു ഭീകര ജീവിയെന്നായിരുന്നു സ്പൈസർ നെസിയെ വിശേഷിപ്പിച്ചത്. സ്പൈസർ കണ്ട ഭീകരജീവിയെ കുറിച്ചുള്ള നിറം പിടിച്ച വാർത്തകൾ പിന്നീട് പ്രചരിക്കുകയും ഒട്ടേറെ പേർ അങ്ങനെ നെസിയെ കാണാനായി തടാകത്തിന് സമീപം എത്തുകയും ചെയ്തു. പിന്നീട് പലരും നെസിയെ കണ്ടെന്ന വാദവുമായി എത്തി. ലോക്നെസ് തടാകക്കരയിലേക്ക് നെസിയെ തേടി ജനപ്രവാഹമായി. എന്നാൽ 1934 റോബർട്ട് കെന്നത്ത് വിൽസൺ എന്ന ലണ്ടനിൽ നിന്നുള്ള ഗൈനക്കോളജിസ്റ്റ് എടുത്ത ചിത്രമാണ് ലോകമെങ്ങും നെസി എന്ന ഭീകരജീവിയെ പറ്റി പ്രശസ്തി സൃഷ്ടിച്ചത്. സർജന്റെ ഫോട്ടോഗ്രാഫ് എന്ന പേരിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പ്രശസ്തി നേടി. ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മെയിൽ അവരുടെ പത്രത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ലോക്നെസ് തടാകത്തിലെ ജലോപരിതലത്തിൽ നിന്നും തല നീട്ടുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം. 60 വർഷത്തോളം ഈ ചിത്രം ഒരു ദുരൂഹതയായി തന്നെ തുടർന്നു. എന്നാൽ 1994 ഈ ചിത്രം വ്യാജമാണെന്ന് വിധി എഴുതപ്പെട്ടു. 2019 ലോക്നെസ് തടാകത്തിൽ ജനിതക ഘടന വിലയിരുത്തി ഒരു പരിശോധന ശാസ്ത്രജ്ഞ സംഘം നടത്തിയിരുന്നു. ലോക്നെസ് ഭീകരജീവിയായ നെസിയുടെ എന്തെങ്കിലും ജനിതകപരമായ തെളിവുകൾ ഉണ്ടോ എന്ന് നോക്കാനായിരുന്നു ഇത്. എന്നാൽ തെളിവുകളൊന്നും ലഭിച്ചില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടും ലോക്നെസ് ഭീകരജീവിയായ നെസി സത്യത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ പേർ ഇന്നുമുണ്ട്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നെസി എന്ന ഭീകരജീവി ഈ ലോക്നെസ് തടാകത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ കമന്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.